നമസ്കാരം. ലെമൺ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ സ്വന്തം തിരുവനന്തപുരം ഇന്ന് വികസനത്തിന്റെ വലിയ കുതിപ്പിലാണ് നമ്മുടെ നാടുള്ളത്. പക്ഷേ ചരിത്രത്തിന്റെ ഒരുപാട് സ്മരണകൾ ഉറങ്ങുന്ന നമ്മുടെ തിരുവനന്തപുരം നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് അത്രയ്ക്ക് തന്നെ ഉന്നതിയിലേക്ക് എത്തിയോ? ഒരുപാട് പ്രതീക്ഷകളും ആശങ്കകളും ഒക്കെ തിരുവനന്തപുരം നഗരവുമായി ബന്ധപ്പെട്ട് പലരും പലപ്പോഴായി പങ്കുവെക്കാറുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് ഇപ്പോൾ രാജ്യാന്തര വിമാനത്താവളമുണ്ട്, അന്താരാഷ്ട്ര തുറമുഖമുണ്ട്, മികച്ച റെയിൽവേ സംവിധാനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ തിരുവനന്തപുരം നഗരത്തിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട്. ഒപ്പം തിരുവനന്തപുരത്തിന്റെ ചരിത്രം ഇനിയും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലരും പങ്കുവെക്കുന്നത് നമ്മൾ പലപ്പോഴായി പല മാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുള്ളത് തിരുവനന്തപുരത്ത് വിളവൂർക്കൽ സതീശൻ സാറിനോടൊപ്പമാണ്. ഇവിടെ ഒരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട്, തിരുവനന്തപുരം നഗരം ഒരു തിരനോട്ടം. തിരിഞ്ഞു നോക്കുമ്പോൾ തിരുവനന്തപുരം നഗരത്തെ എങ്ങനെയാണ് ഓരോരുത്തരും അടയാളപ്പെടുത്തുന്നത്? ഈ പുസ്തകത്തിലൂടെ പ്രസാധകനായ സതീശൻ വിളവൂർക്കൽ സാർ ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഒരുപാട് പേരുടെ എഴുത്തുകൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഈ നാട്ടിലേക്ക് വന്ന ഒരുപാട് പേർ, ഇവിടെ തന്നെയുള്ളവർ, അവർ ഓരോരുത്തരും അവരുടെ ആശങ്കകൾ, പ്രതീക്ഷകൾ, ഈ നാടിന് വേണ്ടത് ഇനി എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ നാടിനായി ചെയ്യാനുള്ളത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. പല പ്രഗത്ഭരും ഇതിൽ ഒരുപാട് കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. പല മാധ്യമങ്ങളിൽ പ്രവർത്തിച്ച അനുഭവം, ആകാശവാണിയിലൂടെ നഗരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടി തന്നെ അവതരിപ്പിച്ചതിന്റെ അനുഭവം, അതൊക്കെ അദ്ദേഹം ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്ര വിദ്യാർത്ഥികൾക്ക്, നാളത്തെ തലമുറയ്ക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന, ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ അടയാളപ്പെടുത്തുമ്പോൾ അത് നാളത്തെ ചരിത്രമായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്ക് സതീശൻ സാറിനോട് തന്നെ ചോദിക്കാം, ഈ പുസ്തകത്തിലേക്ക് വന്നത് എങ്ങനെ, ഇതിലൂടെ എന്തൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ തിരുവനന്തപുരത്തിന് ഇനി വേണ്ടത് എന്ത്? സ്വാഗതം ചെയ്യാം സാറിന്. സാർ സ്വാഗതം. ഈ ആകാശവാണിയിൽ അന്ന് നഗരവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടി അവതരിപ്പിച്ചുകൊണ്ടാണ് ആദ്യമായി ഇതിലേക്ക് വരുന്നത്. പിന്നീട് പല എഴുത്തുകളിലൂടെയും ചില ലേഖനങ്ങളിലൂടെയൊക്കെ ഈ നഗരത്തെ അടയാളപ്പെടുത്തി. ഇപ്പോൾ ഒരു പുസ്തകത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താണ്? ഈ നഗരം എന്ന് പറയുന്നത് എനിക്ക് എന്നും ഒരു ഗൃഹാതുരത്വം നൽകുന്ന ഒരു നഗരമാണ്. അപ്പോൾ 81 മുതൽ ഈ നഗരവുമായിട്ട് ഞാൻ സ്ഥിരമായി ബന്ധപ്പെടാറുണ്ട്. കോളേജ് വിദ്യാഭ്യാസം MG കോളേജിലായിരുന്നു. അപ്പോൾ കിഴക്കേക്കോട്ടയിൽ വന്ന് സ്ഥിരമായി MG കോളേജിലേക്ക് പോകും, തിരിച്ച് കിഴക്കേക്കോട്ടയിലേക്ക് വരിക, അത് കഴിഞ്ഞ് വിളവൂർക്കലിലേക്ക് വരിക, ആ ഒരു രീതിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ നഗരം എന്നെ എന്നും സ്വാധീനിച്ചിട്ടുണ്ട്. ഈ നഗരത്തിൽ നിന്ന് പലപ്പോഴും ഞാൻ ഓടിപ്പോയിട്ടുണ്ട്, പല ആവശ്യങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തിരിച്ച് ഈ നഗരത്തിലേക്ക് വരും. കാരണം ഈ നഗരം എന്നെ ആ രീതിയിൽ എന്നെ സ്വാധീനിക്കുന്നു. അപ്പോൾ ഈ നഗരത്തെക്കുറിച്ച് പൊതുവേ പറയുമ്പോൾ ഒരു നല്ല നഗരമായിട്ടാണ് എനിക്കും പറയാനുള്ളത്. കുറ്റങ്ങളും കുറവുകളും ധാരാളം നികത്താനുണ്ട്, എങ്കിലും ഞാൻ എൻ്റെ നഗരത്തെ സ്നേഹിക്കുന്നു. ആകാശവാണിയിൽ ആദ്യം 86-ലാണെന്നാണ് എൻ്റെ ഓർമ്മ, ആദ്യമായിട്ട് നഗര പരിണാമം എന്ന പേരിലാണ് ഒരു സഞ്ചരിക്കുന്ന മൈക്രോഫോൺ അവതരിപ്പിച്ചത്. അന്ന് അവതരിപ്പിക്കുമ്പോൾ D വിനയചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരാണ് അന്ന് അതിൽ പ്രതികരിച്ചത്. പിന്നെ ഒരു 10 വർഷക്കാലം കഴിഞ്ഞിട്ടാണ് വീണ്ടും അനന്തപുരിയുടെ പരിണാമം എന്നുള്ള പേരിൽ ഞാൻ വീണ്ടും ഈ വിഷയം അവതരിപ്പിക്കുകയാണ്. അപ്പോൾ കിട്ടിയ പ്രതികരണങ്ങളെന്ന് പറഞ്ഞത് ആദ്യം കിട്ടിയ പ്രതികരണങ്ങളെക്കാൾ തികച്ചും വ്യത്യസ്തമായ പ്രതികരണങ്ങളായിരുന്നു. എന്നെ തന്നെ ഞാൻ വളരെയധികം അതിശയിച്ചു, ഇത്രയും ഒരു മാറ്റം എൻ്റെ നഗരത്തിന് വന്നുവോ എന്ന് ഞാൻ അതിശയിച്ചു. അപ്പോൾ അതിനുശേഷം എനിക്ക് മാസികയിൽ ഇതിനെക്കുറിച്ച് എഴുതാനുള്ള അവസരം കിട്ടി. അപ്പോൾ തുടർച്ചയായിട്ട് ഓരോ വ്യക്തികളെയും അഭിമുഖം എടുത്ത് അതിനകത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളാണ് പ്രധാനമായി നമ്മൾ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തികച്ചും അമ്പരിപ്പിക്കുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാതിരുന്ന, തിരുവനന്തപുരത്തെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാതിരുന്ന വിഷയങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, മിത്രാനികേതൻ വിശ്വനാഥ സാറ് എന്നോട് പറഞ്ഞത്, ഭീമാപള്ളിയിൽ കുട്ടികളെ വിൽക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഒരു വാതിലിലൂടെ കുട്ടികളെ കൊടുക്കും, അടുത്ത വാതിലിലൂടെ തിരിച്ചത് മേടിച്ചുള്ളൂ. അതൊരു അവിടുത്തെ ഒരു ആചാരമാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലും അതിന് വിധേയമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒരു മുസ്ലിം കുടുംബത്തിന്റെ സംരക്ഷണയിലാണ് വളർന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഒരു മികച്ച മതസാഹോദര്യം, മതസഹിഷ്ണുതയുടെ നാട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത്. തികച്ചും ഇന്നും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ മുരുകൻ കാട്ടാക്കട പറയുന്നത് അദ്ദേഹത്തിന് എന്നും ഈ നഗരം ഒരു അംഗീകാരം കൊടുത്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ അംഗീകരിക്കുന്ന കാര്യത്തിൽ നമ്മുടെ നഗരം ഒട്ടും പിന്നിലല്ല എന്ന് പറയേണ്ടി വരും. അതുപോലെ ഡോക്ടർ N അജിത് കുമാർ MG കോളേജിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ലോകത്ത് ആദ്യമായി ചെങ്കൊടി ഉയർന്നത് തിരുവനന്തപുരത്തെന്നാണ്. അതൊരു പുതിയ അറിവാണ്. ഈ പലയിടത്തും ചെങ്കൊടി നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ തിരുവനന്തപുരത്താണ് ആ ചെങ്കൊടി ആദ്യമായിട്ട് ഉയർന്നത് എന്ന് ഒരു അധ്യാപകൻ പറയുമ്പോൾ അത് ഒരു പുതിയ അറിവായി മാറി. പിന്നെ അതുപോലെ തന്നെ അതായത് ആലപ്പുഴയും കണ്ണൂരുമാണ് വിപ്ലവത്തിന്റെ മണ്ണം നമ്മൾ പറയുമ്പോൾ തിരുവനന്തപുരത്താണ് ആദ്യമായി ചെങ്കൊടി ഉയർന്നത്. അതൊരു പുതിയ അറിവാണ്. പിന്നെ എന്താണ്, അതുപോലെ ജോർജ് ഓണക്കൂർ സാറിന്റെ ഇതിലും പറയുന്നുണ്ട്, ഒരുപാട് പേർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഉള്ള തിരുവനന്തപുരം നഗരത്തെക്കാളേറെ ഈ നഗരത്തിലേക്ക് വന്നവരെ ചേർത്ത് പിടിച്ചവരാണ് തലസ്ഥാനവാസികൾ. പക്ഷേ അവരിവിടെ വന്ന് ഇവിടുത്തെ സുഖഭോഗങ്ങളെല്ലാം അനുഭവിക്കുകയും തിരുവനന്തപുരം നഗരത്തെ പലപ്പോഴും കുറ്റം പറയുകയും ചെയ്യുന്നു. അവർ പല സീറ്റുകളിൽ ഇരുന്നവരാണ്. അവർക്ക് തിരുവനന്തപുരം നഗരത്തിന് വേണ്ടി പലതും ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും പലതും ചെയ്യാതിരുന്നവരുമുണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും അങ്ങനെയുള്ള ആൾക്കാരെ. അപ്പോൾ അവരിവിടുത്തെ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കുന്നുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് അവർ വിട്ടുപോകാൻ തയ്യാറുമല്ല. അതാണ് അതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറെ വി വി ശശികുമാർ സാർ, ശശികുമാറിന് ആർട്സ് കോളേജുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹം പറയുന്നു,
ചെങ്കച്ചുളയിൽ നിന്ന് ഒരു പയ്യൻ ഇങ്ങനെ ഉച്ചനേരം ആകുമ്പോഴത്തേക്കും ആ കോളേജിലേക്ക് വരികയും വയറുന്തിയ കണ്ണ് തള്ളിയ അല്പം ഭീകരത തോന്നിക്കുന്ന ആ പയ്യൻ വിശപ്പ് അടക്കാൻ കഴിയാതെ അവിടത്തേക്ക് വരികയും ഈ കുട്ടികളുടെ ഭക്ഷണം അദ്ദേഹം വാങ്ങിച്ചുകൊണ്ട് പോവുകയും അതൊരു സ്ഥിര ഏർപ്പാടായി മാറി. പക്ഷേ ഈ കൊടുക്കുന്നതിൽ, ആഹാരം കൊടുക്കുന്നതിൽ ഈ കുട്ടികൾക്ക് ആർക്കും ഒരു വിമുഖത ഉണ്ടായിരുന്നില്ല. വരുന്നവൻ്റെ ആവശ്യം അത് തന്നെയായിരുന്നു. അദ്ദേഹം ആഹാരം കഴിക്കുകയും ആ പയ്യൻ തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ അത് ഇവരെ സംബന്ധിച്ചോ, കുട്ടികളെ സംബന്ധിച്ചോളം അത് അമ്പരപ്പുളവാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു കുട്ടി ആ നാട്ടിലുണ്ട്, ചുങ്കച്ചുളയിൽ ഉണ്ടായിരുന്നു അന്ന്. ഇന്ന് പക്ഷേ അത്തരത്തിലുള്ള കുട്ടികളെ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ അന്നുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ് ബി വി ശശികുമാർ സാർ പറഞ്ഞു വെച്ചത്. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ മോഹനൻ നായർ ആണെങ്കിൽ പല വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ നഗരത്തെ കുറിച്ച് ആശങ്കകളാണ്, ഇനിയും ഈ നഗരത്തിന് എന്ത് സംഭവിക്കും എന്നുള്ള ആശങ്കകളാണ് അദ്ദേഹം അതിൽ പങ്കുവച്ചിരിക്കുന്നത്. പിന്നെ എം ആർ രാജൻ എൻ്റെ കൂടി അധ്യാപകൻ, എന്നെ 4ാം ക്ലാസ് പഠിപ്പിച്ച എൻ്റെ ക്ലാസ് ടീച്ചറായ അധ്യാപകനാണ് എം ആർ രാജൻ. അദ്ദേഹത്തിന് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് അദ്ദേഹം വലിയ പ്രതീക്ഷ അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് എന്തോ സംശയങ്ങൾ, പേടിയൊക്കെയാണ് വിദ്യാഭ്യാസ മേഖലയുമായിട്ട് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിന് ആശങ്കയാണ് വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച്. എല്ലാവർക്കും ഇഷ്ടംപോലെ പഠിക്കാൻ പറ്റുമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് അതല്ലാതായി മാറി. പ്രത്യേകിച്ചും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണമൊക്കെ കൂടി വരുമ്പോൾ, ഈ കാശ് കൊടുത്ത് അഡ്മിഷൻ മേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ, സാധാരണക്കാരന് അത് പറ്റാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ അവിടെയാണ് ആ പ്രശ്നം ഉദിക്കുന്നത്. അപ്പോൾ അവൻ്റെ നാളത്തെ രീതി, അവൻ്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ് എം ആർ രാജൻ സാർ പങ്കുവച്ചത്. സാർ, അതുപോലെ ഈ ചരിത്രത്തെ അടയാളപ്പെടുത്തുന്നതിൽ നമ്മുടെ നഗരം, പ്രത്യേകിച്ചും കൊച്ചിയുടെയും മലബാറിന്റെയും ചരിത്രം പരിശോധിക്കുമ്പോൾ ആക്രമിക്കപ്പെട്ട ടിപ്പു സുൽത്താന്റെ കാലം മുതലുള്ള ആക്രമണങ്ങളും പലതിനെയും ചെറുത്ത് തോൽപ്പിച്ചതിന്റെ ചരിത്രമുണ്ട്. നമ്മളെ സംബന്ധിച്ച് വലിയ അതിജീവനത്തിന്റെ ചരിത്രമുണ്ട്, സംരക്ഷണത്തിന്റെ ഒരു ചരിത്രം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും നിലവറയും നിധിയും ഒക്കെ ചർച്ചയായപ്പോഴൊക്കെ നമ്മളൊരു വലിയ ചരിത്രം കൂടിയാണ് ലോകത്തിന് മുന്നിൽ വെച്ചത്. അപ്പൊ അതിനൊക്കെ വേണ്ട വിധം ഒരു പരിഗണന ചരിത്ര പഠനത്തിൽ ഈ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിന് കിട്ടുന്നുണ്ട്. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിന് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ വേണ്ടത്ര സ്വാധീനം അല്ലെങ്കിൽ ഈ പഠനത്തിലുള്ള ഒരു കാര്യം കിട്ടിയിട്ടില്ല, ഒരു സ്വാധീനം കിട്ടിയിട്ടില്ല. നമ്മളെ കുട്ടികളെ ഈ തിരുവനന്തപുരത്തെ കുറിച്ച് അറിയാത്ത ഇനിയും എത്രയോ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ കുട്ടികൾ പഠിക്കണ്ടേ. നമ്മൾ തിരുവനന്തപുരത്തുകാർ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തെ കുറിച്ച് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരം ഒരു പഠന വിഷയം തന്നെയാണ്, ഒരു ഗവേഷണ വിഷയം തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞു വെച്ച കാര്യങ്ങളെല്ലാം കൂടെ ചേരുമ്പോഴാണ് അത് തിരുവനന്തപുരം ആവുന്നത്. തിരുവനന്തപുരത്ത് ഇനി ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് പോസിറ്റീവ് ആയിരിക്കണം എന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ മതസാഹോദര്യത്തെ കുറിച്ച് പറയുമ്പോൾ തിരുവനന്തപുരം പാളയത്തിന്റെ മാതൃക ഒരു പക്ഷേ മറ്റൊരിടത്തും കാണാൻ കഴിയില്ല. അവിടെ പാളയത്ത് ഗണപതി ക്ഷേത്രം, അവിടെ മുസ്ലിം പള്ളിയുണ്ട്, ഇപ്പുറത്തെ ക്രൈസ്തവ ദേവാലയമുണ്ട്. അതുപോലെ തന്നെ ഈ വിക്ടോറിയൻ മോഡലിലുള്ള നിർമ്മാണ ശൈലിയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അതിൻ്റെതായ രീതിയിൽ സംരക്ഷിക്കപ്പെടുകയും അത് ചരിത്ര വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഉപകാരപ്പെടേണ്ടതിന്റെ ആവശ്യകത അതിന് സാറിന് എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും ഇവ സംരക്ഷിക്കപ്പെടണം, ഇത് പഠന വിഷയമാക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇത് എന്നുണ്ടായി, ഇപ്പോൾ എത്ര വർഷത്തെ പഴക്കമുണ്ട്, അത് ഇപ്പോൾ എങ്ങനെയാണ് അത് നിലനിൽക്കുന്നത്, ഇനി നാളത്തെ അവസ്ഥ നമ്മൾ എന്താണ് അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്നുകൂടി ഉള്ള കാര്യങ്ങൾ നമ്മൾ വിദ്യാർത്ഥികളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നമ്മളിപ്പോൾ പല മേഖലയിലെയും പ്രഗത്ഭർ എടുക്കുവാണെങ്കിൽ അവരൊക്കെ തിരുവനന്തപുരത്തെ ഭരണനിർവഹണത്തിന്റെ ഭാഗമായി വന്നു ചേർന്നവരാണ്. എല്ലാ മേഖലയിലും ഉണ്ടത്. പലരും തിരുവനന്തപുരം വിട്ട് പോകാറുമില്ല. പക്ഷെ ജോർജ് ഓണക്കൂർ സാർ പങ്കുവച്ചിരിക്കുന്ന ഒരു ആശങ്ക, ഇവരാരും നഗരത്തെ വേണ്ട വിധം പരിഗണിച്ചില്ല, അവരുടെ ആ ഒരു ഭരണത്തിലെ മികവ് ഇവിടെ കൂടി ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ളത്. കാരണം എന്തൊക്കെയാണ് നഗരത്തിന് ചെയ്തില്ല. സാറിനും അങ്ങനെ തോന്നുന്നു? ഞാനും അത് തന്നെയാണ് പറഞ്ഞത്. അവർ പല ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരുന്നിട്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന, തിരുവനന്തപുരത്ത് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും അവർ ചെയ്യാതെ പോയി. ഇനിയിപ്പോൾ ഒരു പക്ഷേ അവർ റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോയാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ചെയ്യാൻ പറ്റുന്നത് മീഡിയയ്ക്ക് കവർ ചെയ്യുക. മീഡിയയിലേക്ക് ഈ കാര്യങ്ങൾ അവർക്ക് ഇനിയും പറയാൻ അവസരമുണ്ട്. അവരെ മീഡിയയ്ക്ക് ഷെയർ ചെയ്താൽ ഈ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ ഭരണത്തിലിരിക്കുന്നവർ ഒന്ന് കാണുമെങ്കിൽ, അത് കേൾക്കുമെങ്കിൽ, അത് പിന്നെ അടുത്ത കാര്യങ്ങളിലേക്ക് ചെയ്യാനായിട്ട് അവർ കഴിയും. തിരുവനന്തപുരം വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന അതിഥികൾ എപ്പോഴും പറയുന്നത് തിരുവനന്തപുരത്തിന് ഒരു ബ്രാൻഡ് ആക്കുന്നതിൽ പലരും പരാജയപ്പെട്ടു പോകുന്നു. ഉദാഹരണം, വിഴിഞ്ഞത്തൊരു അന്താരാഷ്ട്ര തുറമുഖമുണ്ട്. അതിന് തിരുവനന്തപുരം തുറമുഖം എന്ന് പേര് കൊടുത്താൽ എന്ത് എന്നൊരു ചോദ്യം. അങ്ങനെ ഒരു തിരുവനന്തപുരത്തിന് അടയാളപ്പെടുത്താം. ഇപ്പൊ രാജ്യാന്തര വിമാനത്താവളം ഉണ്ട്, അതിനൊക്കെ പേരുകളുണ്ട്. പക്ഷെ അതിൽ തിരുവനന്തപുരത്തിന്റെ ഒരു കയ്യൊപ്പ് ഉണ്ടാകുന്നില്ല എന്ന ആശങ്കകള് പലരും ചർച്ചകളിൽ വരുന്ന പലരും പറയുന്ന കേട്ടിട്ടുണ്ട്. സാറിന് എന്ത് തോന്നുന്നു? എന്റെ അഭിപ്രായം അത് തന്നെ. തിരുവനന്തപുരം എന്ന് പറയുന്ന പേര് കുറച്ചുകൂടെ ഒന്ന് വിവരപ്പെടട്ടെ, അല്ലെ, ജനം അറിയട്ടെ. കുറച്ച് പേരൊക്കെ അറിയാമായിരിക്കും. എങ്കിലും തിരുവനന്തപുരത്തിന് ഒരു ബൂസ്റ്ററായിട്ട്, ഒരു ബൂസ്റ്റിംഗ് ഡോസ് ആയിട്ട് പേരുകളിൽ എല്ലായിടത്തും വരണം എന്ന് തന്നെയാണ് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ ഈ പുസ്തകം തയ്യാറാക്കുമ്പോൾ ഉണ്ടായ പ്രതിസന്ധികൾ ഇപ്പൊ ഒറ്റയാൾ പോരാട്ടമായിട്ട് തുടങ്ങിയതാണ്. അതെ, ഒറ്റയാൾ പോരാട്ടം തന്നെയാണ്. പിന്നെ ഒരുപാട് പേര് ഇതിലേക്ക് വന്നു. ഈ നാടിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് എന്താണ്? എന്തെങ്കിലും ആരെങ്കിലും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇതില് പങ്കെടുത്തവരെല്ലാം അന്ന് പങ്കെടുത്തവരെല്ലാം തന്നെ അന്ന് വളരെ സപ്പോർട്ടീവായിട്ടാണ് എന്നോട് ഉണ്ടായിരുന്നത്. ഇപ്പം ഞാൻ പലരോട് ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പുസ്തകം ഇറക്കുകയാണ്, അത് ഇറക്കിക്കോളൂ എന്ന് തന്നെയാണ് പറഞ്ഞത്. എല്ലാ ഭാവുകങ്ങളും അവരുടെ ഭാഗത്ത് എനിക്ക് ഉണ്ട്. പിന്നെ പല ആൾക്കാരുമായിട്ട് ഞാൻ സമീപിച്ചു, ആരും തന്നെ ഒരു മോശപ്പെട്ട അഭിപ്രായം എനിക്ക് തന്നില്ല. എല്ലാവരും ചെയ്യണം, അത് ആവശ്യമാണ് എന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞത്.
പ്രത്യേകിച്ച് മലയൻകീഴ് നമ്മൾ സാറിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഭാഷാകവി മാധവ കവിയുടെ സ്വന്തം മണ്ണാണ്. അതെ. അപ്പൊ അതിന്റെ അടക്കം പ്രാധാന്യം ഉൾപ്പെടുത്തിക്കൊണ്ട് വരും ദിവസങ്ങൾ ഇപ്പോൾ മാധവ എന്ന പേരില് മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി അതെ. ക്ഷേത്രത്തിൽ ആറാട്ട് പതിപ്പുണ്ട്. അതെ. വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മനസ്സിലുള്ള പ്ലാൻ? തീർച്ചയായിട്ടും മാധവ കവിക്ക് വേണ്ടത്ര അംഗീകാരം ഇനിയും കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയും. കാരണം ഇത്രയും ഒരു മലയൻകീഴ് ക്ഷേത്രത്തിലിരുന്ന് ഒരു ഭാഷ ഈ ഭഗവത്ഗീത രചിക്കുക എന്ന് പറയുന്നത് കവി തന്നെ പറയുന്നു, ഞാനല്ല രചിച്ചത്, ഭഗവാൻ പറഞ്ഞിട്ട് ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു എന്ന് കവി വ്യക്തമാക്കിയിട്ടുണ്ട്. മലയൻകീഴിൻ്റെ പേരും അതിനകത്ത് പറഞ്ഞു. മലയൻകീഴ് ഇരുന്ന് രചിച്ചു എന്നതിന് തർക്കമൊന്നും ആർക്കുമില്ല. പക്ഷേ ഇത് വേണ്ടത്ര അറിയപ്പെടാതെ പോകുന്നു എന്ന് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമുണ്ട്. ആ ഭാഷാ ഭഗവത്ഗീതയെ വിവർത്തനം ചെയ്ത ഡോക്ടർ വി വി ശശികുമാർ, അദ്ദേഹം അതിനെ വിവർത്തനം ചെയ്യേണ്ടായി. അന്നത്തെ മലയാളമല്ല ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം വിവർത്തനം ചെയ്തു. എന്നിട്ടും ആ വിവർത്തനത്തിന് വേണ്ടത്ര പ്രാധാന്യം കൽപ്പിക്കാതെ പോകുന്നു. അതാരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. എൻ്റെ ഒരു അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കണം, പരിഗണന കൊടുക്കണം. മാധ്യമപ്രവർത്തകർ ഇതിനെ ഒന്ന് എന്താ പറയുക, സമൂഹത്തിലേക്ക് അവതരിപ്പിക്കണം എന്നുകൂടി എനിക്ക് അഭിപ്രായമുണ്ട്.